നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിദ്വേഷ പരാമർശം. CPM ആവോലി ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിച്ച CPM ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഏരിയ കമ്മിറ്റി അംഗ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിനാലാണ് നടപടിയെന്ന് ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് മിർസാൻ 195 രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ തിരിച്ചറിഞ്ഞാണ് ഇടം നേടിയത്. 41 സെക്കൻഡിലാണ് ദേശീയ പതാകകൾ തിരിച്ചറിഞ്ഞത്. വേനൽക്കടുത്തതോടെ മൂവാറ്റുപുഴയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണം മുൻ MLA എൽദോ എബ്രഹാം. പ്രശ്നപരിഹാരം കാണുന്നതിന് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ തയ്യാറാവുന്നില്ലെന്നും മുൻ MLA. ലഹരി വ്യാപനത്തിനെതിരെ വനിതാവേദി ക്യാമ്പയിൻ. നഗരസഭ പഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നഗരസഭാ ചെയർമാൻ PP എൽദോസ് വനിതാവേദി യോഗം ഉദ്ഘാടനം ചെയ്തു. CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി EMS അനുസ്മരണം സംഘടിപ്പിച്ചു. എസ്തോസ് ഭവനിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിദ്വേഷ പരാമർശം നടത്തിയ ആവോലി CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിച്ച CPM ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഏരിയ കമ്മിറ്റി അംഗ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാലാണ് നടപടിയെന്ന് ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. പാർട്ടി നിലപാടിന് വിരുദ്ധമായി ആവോലി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന MJ ഫ്രാൻസിസ് ഒരു ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ഇട്ടു. ആ കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അത് പരിശോധിച്ചു. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കമൻ്റ് ഇട്ടത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു. പാർട്ടി നിലപാടിന് വിരുദ്ധമായൊരു ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതിനാൽ അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റി സ്ഥാനത്തു നിന്നും ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചത്. മതേതരത്വ നിലപാടും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി നാടിന്റെ അഭിമാനമായി മുഹമ്മദ് മിർസാൻ. പെരുമറ്റം ചെളിക്കണ്ടത്തിൽ സിയാദിന്റെയും അബിൻഷായുടെയും മകനും പെരുമറ്റം VM പബ്ലിക് സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് മിർസാനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. 2 മിനിറ്റും 41 സെക്കൻഡുകൾ കൊണ്ടുമാണ് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള 195 രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ തിരിച്ചറിഞ്ഞ മുഹമ്മദ് മിർസാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. പ്രശ്നപരിഹാരം കാണുന്നതിന് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ തയ്യാറാവുന്നില്ലെന്നും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഈ മാർച്ച് മാസം അവസാന വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ മിക്കവാറും എല്ലായിടങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ നഗരസഭാ പ്രദേശത്തും കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമാണ്. അപ്പോൾ ആ ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ മൂവാറ്റുപുഴയെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികനും അതോടൊപ്പം MP-യും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതോടൊപ്പം നഗരസഭയുടെ ചെയർമാൻ, മറ്റ് ജനപ്രതിനിധികൾ ഇവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ വനിതാവേദി ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തമാക്കുന്നതിന് നഗരസഭ, പഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി വിപുലമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ലഹരി വിമുക്ത വനിതാവേദി യോഗം തീരുമാനിച്ചു. സ്ത്രീകളെ രംഗത്തിറക്കി ബോധവൽക്കരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ലഹരി വിമുക്ത വനിതാവേദി യോഗം നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS അനുസ്മരണം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം CK സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം PR മുരളീധരൻ, ഏരിയ സെക്രട്ടറി അനീഷ മാത്യു, ഏരിയ കമ്മിറ്റി അംഗം MR പ്രഭാകരൻ, PM ഇസ്മയിൽ, സജി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വടക്കൻമാറാട് വെട്ടിക്കുട ജോസഫ് BV 76 നിര്യാതനായി. സംസ്കാരം നടത്തി പരേതൻ റിട്ടയർഡ് കാത്തലിക് സിറിയൻ ബാങ്ക് ജീവനക്കാരനാണ്. ഭാര്യ സെലിൻ ഗ്രേസ് മാലിപ്പാറ അരഞ്ഞാണിൽ കുടുംബാംഗം. മക്കൾ ഡൊമിനിക് ജോർജ് ജോസഫ്, ഡോൺ മാത്യു ജോസഫ്, മരുമക്കൾ പ്രീതി തോമസ്, ലീല റോസ്. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.